ആ സ്വർഗത്തിന് വേണ്ടിയുള്ള, ആ ചിരിച്ചുവിടുന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ് നമ്മളോട് പറഞ്ഞത്. മനുഷ്യരുമായി ബന്ധപ്പെട്ട ബന്ധങ്ങൾ അത് നല്ല രൂപത്തിൽ ഇസ്ലാമിക ചിട്ടകളോടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയണം. അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ മാതാപിതാക്കൾ അടക്കമുള്ള മനുഷ്യരോടുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് വീഴ്ച വരുത്താൻ പറ്റുന്ന കാര്യമല്ല. അയൽപക്ക ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങൾ, യാത്രയിലോ മറ്റോ ഉള്ള സ്വാഹിബ ബിൽ ജംബ്, കേവലം കുറച്ചു സമയം മാത്രം നമുക്ക് കിട്ടുന്ന, നമ്മുടെ യാത്രയിലോ ജോലി സ്ഥലത്തോ കിട്ടുന്നവനോട് പോലും നീ ഇഹ്സാൻ ചെയ്യണമെന്നാണ് സൂറത്തു നിസാഇന്റെ 36-ാമത്തെ ആയത്തിൽ. അപ്പോ നമുക്ക് വേണ്ടി കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യാനില്ലേ? നമ്മളെ കുഞ്ഞുനാളിൽ കുളിപ്പിച്ച, നമ്മളെ ഭക്ഷണം നൽകിയ, നമുക്ക് വസ്ത്രം മാറ്റി തന്ന നമ്മുടെ പെങ്ങളോട് നമുക്ക് ബാധ്യതയില്ലേ? അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്നത്. നീ അറിയണം, നീ മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിലെ നീ ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ പിന്നിൽ അധ്വാനിച്ചവർക്കൊക്കെ, അവരുടെ വിയർപ്പിനൊക്കെ, അവർ നൽകിയ തണലിനൊക്കെ നീ അവരോട് കൂറുള്ളവരാകണം, നന്ദിയുള്ളവരാകണം. എത്രയോ വീട്ടുകാരാലോചിക്കുന്നത് എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഇവൻക്കൊരു നന്ദിയില്ലല്ലോ, ഇവനൊരു നന്ദി കാണിക്കുന്നു. അള്ളാന്റെ ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു, അനിഷ്കുർലീ വലിവാലിദൈക ഇലയ്യൽ മസീർ. നീ എനിക്ക് നന്ദി കാണിക്കണം, നിന്റെ മാതാപിതാക്കൾക്ക് നന്ദി കാണിക്കണം. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് അവസാനം നിങ്ങൾ മടക്കപ്പെടുന്നത്. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞിട്ട് അള്ളാഹുവേ എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ മാതാപിതാക്കളോട് നന്ദി കാണിക്കുന്നവനാണ്. എത്ര പ്രാർത്ഥന, 5ഓളം പ്രാർത്ഥന ഖുർആനിൽ മാതാപിതാക്കൾക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഖുർആനിലെ ആയത്തിൽ അല്ലാഹ് പഠിപ്പിച്ചു. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ربي أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأصلح لي في ذريتي إني تبت إليك وإني من المسلمين ربي اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب ربي اغفر لي വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്. അങ്ങനെ 5ഓളം പ്രാർത്ഥന ഖുർആനിൻ്റെ അകത്ത് മാതാപിതാക്കൾക്ക് പാപമോചനത്തിന് വേണ്ടിയും മഗ്ഫിറത്തിന് വേണ്ടിയും അവർക്ക് സ്വാലിഹായ അവരുടെ കർമ്മങ്ങൾ നന്നാകാൻ വേണ്ടിയും നന്ദി, എനിക്ക് വേണ്ടി ചെയ്തു തന്ന സേവനങ്ങൾക്ക് റബ്ബേ നന്ദി കാണിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് എന്തിനാണ്? നമ്മൾ ഇത് പിന്നെ ഈ കടമയും ഈ കടപ്പാടുകളും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം അടുത്ത് ഒരു സംഭവം വാർത്തയിൽ വരുന്നുണ്ടായി. ഒരു പിതാവ് ഒരു ബാപ്പാൻ്റെ കാലിൽ മുറി വന്നു. ആ കാലിൽ മുറി വന്ന് അദ്ദേഹം ആശുപത്രിയിലായപ്പോൾ ഒരാൾ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ അവസാനം ആ കാലിൻ്റെ വിരല് മുറിച്ചു മാറ്റിയേ പറ്റൂ എന്ന അവസ്ഥ എത്തിയപ്പോൾ വാപ്പാൻ്റെ കാലിൻ്റെ വിരല് മുറിച്ചു മാറ്റി. അന്നും ഒരാളും ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നില്ല. അതും കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ടും ബന്ധുക്കൾ ആരും തിരിച്ചു വരാത്തത് കൊണ്ട് ആശുപത്രി അധികൃതർ ഒരു തീരുമാനമെടുത്തു, ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുക്കാം. ആരും ഇങ്ങോട്ട് വരുന്നില്ല, അങ്ങോട്ടാക്കി കൊടുക്കാം. ഇയാളെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി കൊടുത്തപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടെ ആംബുലൻസ് ഡ്രൈവറോടും ആശുപത്രി അധികൃതരോടും കയർത്ത് ബഹളുണ്ടാക്കി കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. എന്താണ് അതിൻ്റെ പിന്നിലെ തത്വം എന്നറിയില്ല. എന്തായിരുന്നാലും 1.5 മാസത്തിലധികം ആശുപത്രിയിൽ കിടന്ന ഈ മനുഷ്യനെ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, വീട്ടിലേക്ക് രോഗവുമായി കയറി ചെന്നപ്പോൾ ആ വീട്ടിലേക്ക് കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് ആശുപത്രി അധികൃതർ കൊണ്ടുപോകാൻ പറഞ്ഞു. നിങ്ങൾ എടുക്കാച്ച കൊണ്ടുപോയിക്കോളേ. അദ്ദേഹത്തെ എടുത്തിട്ട് തൊട്ടപ്പുറത്ത് കുറ്റിപ്പുറത്തുള്ള വൃദ്ധസദനത്തിലേക്ക് ആ വാപ്പാനെയും കൊണ്ടുപോയി. ഇത് നമ്മൾ പറയുമ്പോൾ ജനങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന എന്താണെന്നറിയോ?
അങ്ങനെയൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലാതെ ഒന്നുമില്ലാതെ ഇപ്പം അങ്ങനെ ഉണ്ടാവും. കാരണങ്ങൾക്കും നമ്മളല്ലേ കാര്യകാരണ ബന്ധങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരിയായി നമ്മൾ ഒന്നാലോചിക്കണം, അവർ നമ്മുടെ വാപ്പയാണ്, ഉമ്മയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാപ്പാനോട് എന്തെല്ലാം നിലക്ക് പോരടിക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു, കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും വാപ്പാനോട് പറയണം യാ അബത്തി യാ അബത്തി എന്ന് പറഞ്ഞ ചരിത്രം നമ്മൾ പഠിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒട്ടനേകം സംഭവങ്ങൾ നമുക്ക് ചരിത്രപരമായി നമുക്ക് കാണാൻ സാധിക്കും. അവർ ഏത് വിശ്വാസക്കാരാവട്ടെ, ഏത് മതക്കാരാവട്ടെ, ഏത് ആശയധാരയിലാവട്ടെ, അവരോട് ദുനിയാവിൻ്റെ കാര്യത്തിൽ നീ സഹകരിക്കണം, അവർക്ക് നന്മ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇനി അതിൽപ്പെട്ട ഒരു സംഭവമാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എത്ര ആദിയിലായിരിക്കും, ഒരു പെങ്ങൾ തൻ്റെ ചെറിയ കുഞ്ഞനുജനോട് എത്രമാത്രം സ്നേഹവാത്സല്യം ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന ചരിത്രമാണ് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സൂറത്തു ത്വാഹയിലെ 38-ലും 39-ലും ഇൻഷാ അല്ലാഹ് പഠിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമുക്ക് ആ ആയത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ 2 ആയത്തുകൾ ഓതി പഠിച്ചിരുന്നു, അതൊന്ന് ഓതി നോക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല ഖദ് ഊതീത സുഅലക യാ മൂസാ وَلَقَدْ مَنَنَّا عَلَيْكَ مَرَّةً أُخْرَى قَالَ قَدْ أُوتِيتَ سُؤْلَكَ يَا مُوسَى ഊത്തീത ഖാല ഖദ് ഊത്തീത. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവോട് കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ മറുപടി, മൂസാ നീ ചോദിച്ചതൊക്കെ നിനക്കിതാ നൽകപ്പെട്ടിരിക്കുന്നു, നീ ചോദിച്ചതിനൊക്കെ നിനക്ക് മറുപടി ഉണ്ട് എന്നർത്ഥം. അതോടൊപ്പം തന്നെ നീ ചോദിക്കാത്തതും നിനക്ക് നാം നൽകുന്നുണ്ട്. വലഖദ് മനന്ന അലൈക്. എന്താ ഈ മനന്ന എന്ന് പറഞ്ഞാൽ അനുഗ്രഹം നൽകിയിരിക്കുന്നു എന്നാണ് അർത്ഥം. മിന്നത്ത് എന്ന് പറഞ്ഞ അനുഗ്രഹം എന്നാണ്. മനന്ന നാം അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മറത്തൻ നുഹ്റ മറ്റൊരു പ്രാവശ്യവും നീ ചോദിക്കാതെ തന്നെ നിനക്ക് കുഞ്ഞുനാളിൽ നീ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെയും നിഅമത്തുകൾ പലതും തന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനങ്ങൾ അങ്ങനെയാണ്. അത് ഹിക്മത്തിൻ്റെ വല്ലാത്തൊരു നമുക്കറിയാൻ കഴിയാത്ത ഹിക്മത്തിൻ്റെ ഉടമയാണ് റബ്ബ്. ഒരു കുഞ്ഞിനെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന നാട്ടിൽ, ആൺകുഞ്ഞുങ്ങളെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന നാട്ടിൽ ഒരു ആൺകുഞ്ഞ് ജനിക്കുകയും കൊല്ലണമെന്ന് തീരുമാനമെടുത്ത രാജാവിൻ്റെ സന്നിധിയിൽ തന്നെ വളരാൻ സാധിക്കുകയും അതേ രാജാവിൻ്റെ നാശത്തിന്, പതനത്തിന് ആ കുഞ്ഞ് കാരണമാവുകയും ചെയ്യുക എന്നത് ഹിക്മത്താണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജന്മനാട്ടിൽ നിന്ന് ആട്ടി ഓടിക്കുന്നു. അതേ നാട്ടിലേക്ക് ഒരു പിടി ആളുകളുമായി വരുന്നു. ആയുധങ്ങളില്ലാതെ, വൻ യുദ്ധങ്ങൾ നടക്കാതെ ഒരു നാട് മുഴുവൻ തൻ്റെ അധികാര പരിധിയിലേക്ക് ലഭിക്കുന്നു. അള്ളാഹിൻ്റെ ഹിക്മത്താണ്. ഈ സംഭവങ്ങളെല്ലാം നമ്മൾ മനസ്സിലുണ്ടാവണം. എന്നിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വാഹയിലെ 38-ലും 39-ലും വീണ്ടും അല്ലാഹ് പറയാണ് എന്തൊക്കെ നിഅമത്തുകളാണ് നിനക്ക് കിട്ടിയത്. ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ അനിഖ്ദി ഫീഹി ഫിത്താബൂതി ഫഖ്ദി ഫീഹി ഫിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിൽ യഖുദുഹു അദുവ്വുൻ ലീ വഅദുവ്വുൻ ലഹു وألقيت عليك محبة مني ولتصنع على عيني. ഈ 2 ആയത്തുകളാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഞാൻ ഓതുന്ന ഭാഗം ശ്രദ്ധിച്ച് ഓതുക. ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക إذ أوحينا إلى أمك ما يوحى
إذ أوحينا إلى أمك ما يوحى إذ أوحينا إلى أمك ما يوحى أن اقذفيه في التابوت أن اقذفيه في التابوت فاقذفيه في اليم فاقذفيه في اليم فليلقه اليم بالساحل فليلقه اليم بالساحل يأخذه عدو لي وعدو له يأخذه عدو لي وعدو له وألقيت عليك محبة مني وألقيت عليك محبة مني محبة مني ولتصنع على عيني ولتصنع على عيني ആയത്ത് ഒന്ന് പറയുന്നതാണ്, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കണം. അനിഖ്ദിഫീഹി ഫിത്താബൂതി ഫഖ്ദിഫീഹി ഫിൽ യമ്മി ഫൽയുൽഖിഹി اليم بالساحل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. ആദ്യത്തെ ആയത്ത് ഇദ് ഔഹൈന ഇലാ ഉമ്മിക, അവിടെ ഇത് ഔഹൈന എന്ന് ഓതുന്നുണ്ട് ചിലർ. ദാലിന് പുള്ളി വന്നു കഴിഞ്ഞാൽ എന്ന് പറയരുത്. ഇദ് ഔഹൈന, ഇദ് ഔഹൈന. അവിടെ ഔഹൈന നീട്ടാനുണ്ട്, ഇലാന്ന് നീട്ടാനുണ്ട്. പിന്നെ ഉമ്മിക, ഉമ്മിക അല്ല ഉമ്മിക. മാ യൂഹ, إذ أوحينا إلى أمك ما يوحى. ഓദിക്കേ ഇത് മാത്രം എന്ന് പറഞ്ഞേ, ഇതല്ല. ഇത് നിങ്ങോട്ട് പോരാൻ പാടില്ല. നാല് പുള്ളില്ലെങ്കിൽ ഇത് എന്നാണ്. ഓക്കെയാണ്. പുള്ളി വരുമ്പോൾ ഇദ് ഔഹൈന ഇലാ ഉമ്മിക മാ യൂഹാ.
അടുത്ത ആയത്തിലെ അനിഖ്ദി അനിഖ്ദി അവിടെ ദാലുണ്ട്. അനിഖ്ദി ഫീഹി ഫിത്താബൂത്തി ത്വാബൂത്തി എന്ന് പറയരുത്, താബൂത്തി സാദാ ആണ് താബൂത്തി. ഫഖ്ദി ഫീഹി ഫിൽ യമ്മി ഫൽയുൽഖിഹിൽ യമ്മു മീമിന് ശദ്ദു പറഞ്ഞുകൊണ്ടാണ് യമ്മി ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിലി യഖുദ്ഹു യഖുദ്ഹു ബിസ്സാഹിലി യഖുദ്ഹു അദുവ്വല്ലി അദുവ്വുൻ ലി എന്ന് പറയില്ലേ, തൻവീന് ശേഷം ലാമ് വന്നാൽ അദുവ്വുല്ലി അദുവ്വുല്ലി വഅദുവ്വുല്ല. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി മഹബ്ബതൻ എന്ന തൻവീന് ശേഷം മീമ് വന്നു, മീമിന് ശദ്ദ് വന്നു, നൂനിന് ശദ്ദ് വന്നു. മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി 3 ഐനൊക്കെ തുസ്നഅ അലാ ഐനി. ആയത്തൊന്നുകൂടി ഒതുക്കിയ അനിഖ്ദി മുതൽ അനിഖ്ദി ഫീഹി ഫിത്താബൂത്തി ഫഖ്ദി ഫീഹിൽ യമ്മു ബിസ്സാഹിലി യഖുദ്ഹു അദുവ്വുല്ലി വഅദുവ്വുല്ല. وألقيت عليك محبة مني لتصنع على عيني. അവിടെ യഖുദുഹു അദുവ്വുല്ലി വഅദുവ്വുല്ല അവിടെ നിർത്താൻ പറ്റുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അവിടെ നിർത്തുകയാണെങ്കിൽ അദുവ്വുല്ല നിർത്താതെ ഓതി പോവുകയാണെങ്കിൽ വഅദുവ്വുല്ലഹു വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്നഅ അലാ ഐനി. ഈ ആയത്തിൻ്റെ പിന്നെ തഫ്സീറുകൾ വായിക്കുമ്പോൾ ആദ്യം ഈ ആയത്തിൻ്റെ തുടക്കം പറഞ്ഞിരിക്കുന്നത് ഇദ് ഔഹൈന. ഇത് എന്ന് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ, അപ്പോൾ എന്നൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി ഇദാ ജാഅകൽ മുനാഫിഖൂന പോലെ ഇത് ആ സന്ദർഭത്തിൽ ഔഹൈന നാം ബോധനം നൽകിയപ്പോൾ. ഇവിടെ വഹയ്യ് നൽകിയ പ്രവാചകന്മാർക്ക് വഹയ്യ് കൊടുക്കുന്ന പോലെ വഹയ്യ് കൊടുത്തു എന്നല്ല, തോന്നിപ്പിക്കുകയും ബോധിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതിനാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇത് ഔഹൈന നാം ബോധനം നൽകിയപ്പോൾ, നാം അറിയിച്ചപ്പോൾ. ഇല ഉമ്മിക മുസാ നബിയെ നിങ്ങളുടെ ഉമ്മയിലേക്ക്. മായൂഹ മായൂഹ തോന്നിപ്പിക്കേണ്ടുന്നത്, ആ സമയത്ത് തോന്നേണ്ടത് തോന്നിപ്പിച്ചപ്പോൾ. അതൊരു വലിയ കാര്യമാണ്. ചില കാര്യങ്ങൾ ചില ഐഡിയാസൊക്കെ നമ്മളെ മുമ്പിലുണ്ടാവും, പക്ഷെ നമുക്കത് തോന്നേണ്ട സമയത്ത് അത് തോന്നിക്കൊള്ളണമെന്നില്ല. കുഞ്ഞുങ്ങളെ കൊല്ലണം എന്ന് തീരുമാനിക്കുന്ന അതേ വർഷത്തിലാണ് മൂസാ നബി ഇസ്ലാമിൻ്റെ ഉമ്മ ഗർഭിണിയായത്. അതേ സമയത്ത് അതേ വർഷത്തിൽ പ്രസവിക്കുന്നത് ആൺകുഞ്ഞാകുന്നു. ഇനി ഇതിനെ എന്തു ചെയ്യണം എന്ന അവസ്ഥ വന്നപ്പോഴാണ് ഉമ്മയോട് നാം ഒരു ബോധനം പോലെ ഓർമ്മപ്പെടുത്തുന്ന, ഒരു ചിന്തിപ്പിക്കുന്ന, തോന്നിപ്പിക്കുന്ന അവസ്ഥയുണ്ടായത്. മായൂഹ ബോധനം നൽകപ്പെടേണ്ട ഒരു കാര്യം ആ സമയത്ത് ഉമ്മാക്ക് തോന്നുകയുണ്ടായി. തഫ്സീറിൽ പറയുന്നത് എന്താണ് ഈ തോന്നിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഫീമാ കാന അൽഹമ ഉമ്മഹു ഹീന കാന തുർലിഉഹു വതഹ്ദറു അലൈഹി മിൻ ഫിർഔന വമലഇഹി അൻ യഖ്തുലു ലിഅന്നഹു കാന ഖദ് വുലിദ ഫി സനതി അല്ലതി യഖ്തുലൂന ഫീഹൽ ഗിൽമാൻ. കുഞ്ഞുങ്ങളെ കൊല്ലണമെന്ന് തീരുമാനമെടുത്ത അതേ വർഷത്തിലാണ് ഈ തീരുമാനം, ഈ പ്രസവം നടന്നത്. അപ്പൊ എന്താ തോന്നിപ്പിച്ചത്? ഫത്തഖദത് ലഹു താബൂതൻ ഫകാനത് തുർലിഉഹു സുമ്മ തളഅഹു ഫീ. തോന്നിപ്പിച്ചെന്താ വെച്ചാൽ, നീ വേഗത്തിൽ കുഞ്ഞിന് നന്നായി പാല് കൊടുക്കുക. മുലപ്പാല് കൊടുക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിലെ വലിയ കാര്യമായി അല്ലെങ്കിൽ ശ്രേഷ്ഠതയായി പറഞ്ഞ ഒരു സംഭവമാണ്. പിന്നെ അതിൽ തന്നെ ഖുർആനിലെ ആയത്തിൽ തന്നെ കാണാൻ സാധിക്കുമല്ലോ, ഹൗലൈനി കാമിലൈനി 2 പൂർണ്ണമായ വർഷം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലൂട്ടി കൊടുക്കണം. നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ മുക്കത്ത് ഏതോ ഒരു തങ്ങൾ പറഞ്ഞിട്ട് ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു ഉമ്മ സ്വന്തം കുഞ്ഞിന്
5 ബാങ്ക് കഴിയാതെ ഞാൻ പാല് കൊടുക്കൂല എന്ന് പറഞ്ഞു. ദീനിനെതിരാണത്. ആരുടെ ഒരു കൽപ്പനയിലുമില്ല. ഏതോ ഒരു തങ്ങള് പറഞ്ഞു അത്ര 5 ബാങ്ക് കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. അവസാനം ഹെൽത്ത് ഇൻസ്പെക്ടറും പോലീസും നടപടികളൊക്കെ വന്ന് ബഹളം വെച്ചിട്ടാണ് ആ ഉമ്മ തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോയത്. ഓരോ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ പാഠങ്ങളെ ശരിയായി പഠിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ ചെറിയ നാശങ്ങളൊന്നും ആവില്ല ഉണ്ടാവുക. മുലപ്പാൽ കൊടുക്കണം. മാത്രമല്ല ഹദീസിൽ കാണാൻ സാധിക്കും, നരകത്തിൽ ഒരുപാട് ആളുകളെ കാണുകയുണ്ടായി ഇസ്രാ മിഅ്റാജിൻ്റെ യാത്രയിൽ. അതിൽ കുറേ സ്ത്രീകളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ട് പറയാണ്. ആ സ്ത്രീകൾ അവരുടെ മാറിടത്തിലേക്ക് നഖം കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് മാറിങ്ങനെ ചീന്തി പൊളിക്കുകയാണ് അത്ര. അവർ നഖം കൊണ്ട്, അവരുടെ സ്വന്തം നഖം കൊണ്ട് മാറിടം കീറി പൊളിക്കുകയാണ്. അപ്പോൾ ചോദിക്കാൻ ഇവരെന്ത് തെറ്റാണ് ഇവർ ചെയ്തത്? അപ്പോൾ മറുപടി പറയാണ്, അവർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് സദീനെ നിഷേധിച്ചവരാണ്, മാറിടത്തിനെ നിഷേധിച്ചവരാണ്. കുഞ്ഞുങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഏറ്റവും വലിയ അവകാശമാണ് ആ മുലപ്പാല് കുടിക്കുക എന്ന്. പല കാരണം കൊണ്ട് അന്യായമായി അത് മുടക്കിയവർക്ക് നരകത്തിൽ ശിക്ഷ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അതിൻ്റെ ദുനിയാവിൻ്റെ കാര്യം ആലോചിച്ച് നോക്കണം നമ്മൾ. പരമാവധി നമ്മുടെ മക്കൾക്ക് മുലപ്പാല് കൊടുക്കേണ്ടുന്നതിൻ്റെ പ്രോത്സാഹനമായിട്ടാണ് ഈ സംഭവം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഗവൺമെൻറ്റോ സർക്കാരോ വേറുള്ളവരൊന്നും ലഘുലേഖെടുത്ത് നമ്മളത്തേക്ക് വരേണ്ട ആവശ്യമില്ല. ഇസ്ലാമിൻ്റെ ഖുർആനിലെ ആയത്തുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ആദ്യം മൂസാ നബിയുടെ ഉമ്മാനോട് നന്നായി പാല് കൊടുക്കാനും എന്നിട്ട് ഒരു പെട്ടിയിലാക്കിയിട്ട് ആ കുഞ്ഞിനെ വെക്കാനും പറയാണ്. എന്നിട്ട് ജലാശയത്തിലൂടെ വെള്ളത്തിലൂടെ ആ കുഞ്ഞിനെ ഒഴുക്കാനും. അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. എന്തൊക്കെയാണ് കൽപ്പനയുണ്ടായത് എന്നാണ്. അനിഖ്ദി ഫീഹി ഫിത്താബൂത്തി, നീ ഇഖ്ദി ഫീഹി എന്ന് പറഞ്ഞാൽ അവനെ ഇടുക എന്നാണ്. അവനെ ഇടുക എന്നതാണ് തോന്നിപ്പിച്ചത്. ഫീഹി അതിൽ, ഫിത്താബൂത്തി താബൂത്തിൽ അവനെ ഇടണം എന്നാണ് തോന്നിപ്പിച്ചത്. താബൂത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭദ്രമായ പെട്ടി, ഒരു ഭദ്രമായ പെട്ടിയിലാക്കിയിട്ട് കുഞ്ഞിനെ ഇടണം. പെട്ടി എവിടെ ഇടേണ്ടത്? ഫഖ്ദി ഫീഹി, എന്നിട്ട് ആ പെട്ടിയെ ഇടണം. ഫിൽ യമ്മി, ഒരു യമ്മിൽ, ജലാശയത്തിൽ, സമുദ്രത്തിൽ, നദിയിൽ, അതിനൊക്കെ യമ്മ് എന്ന് പറയും. അന്ന് അവിടെയുള്ളത് നൈൽ നദിയാണ്. അപ്പൊ നൈൽ നദിയിൽ ഇടാൻ വേണ്ടി ആ പെട്ടി ഇടാനാണ് തോന്നിപ്പിച്ചത്. ഫൽയുൽഖിഹിൽ യമ്മു ബിസ്സാഹിലി, എന്നിട്ട് ആ യമ്മ്, ഫൽയുൽഖിഹി, എന്നിട്ട് അത് ഇട്ടുകൊള്ളട്ടെ. അൽ യമ്മു, ആ നദി, ആ വെള്ളം, ബിസാഹിലി, ആ പെട്ടിയെ തീരത്തേക്ക് ഇട്ടുകൊള്ളട്ടെ. പതുക്കെ പതുക്കെ പോയി പോയി അതൊരു തീരത്തേക്ക് അടയട്ടെ. യഖുദുഹു, എന്നിട്ട് നാം അതിനെ, യഖുദുഹു, അവൻ അത് എടുത്തുകൊള്ളും. യഖുദുഹു, അവൻ അതിനെ എടുത്തുകൊള്ളും. ആരെടുക്കും? അദുവ്വുല്ലി, എൻ്റെ ശത്രുവായ അവൻ ആ പെട്ടിയെടുക്കും. വഅദുവ്വുല്ല, വഅദുവ്വുൻ, അദുവ്വുല്ലി വഅദുവ്വുല്ല, ആ പെട്ടിക്കകത്തുള്ള അവൻ്റെ ശത്രുവായ, എൻ്റെ ശത്രുവായ അവൻ്റെ കയ്യിൽ തന്നെ ആ പെട്ടി എത്തുകയും ചെയ്യും. വഅൽഖൈതു, നാം ഇട്ടു തന്നിരിക്കുന്നു, നാം നൽകിയിരിക്കുന്നു, അലൈക, മുസാ നബിയെ, നിങ്ങളുടെ മേൽ, മഹബ്ബത്തൻ, എന്താ മഹബ്ബത്ത്? ഹുബ്ബ്, മഹബ്ബത്ത്, സ്നേഹം, മിന്നി, എന്നിൽ നിന്നുള്ള സ്നേഹം. വലിതുസ്നഅ അലാ ഐനി, വലിതുസ്നഅ, നീ വളർത്തി ഉണ്ടാക്കപ്പെടാനും, നീ പരിപാലിക്കപ്പെടാനും, അല ഐനി, എൻ്റെ നോട്ടത്തിലും എൻ്റെ ദൃഷ്ടിയിലും എൻ്റെ പ്രത്യേക പരിഗണനയിലുമായിട്ട് നീ അവിടെ വളരാനുമൊക്കെയുള്ള ഒരു തീരുമാനമുണ്ട്. ആദ്യം പറഞ്ഞത് പെട്ടിയിലാക്കിയിട്ട് കുട്ടിയിടാൻ, പിന്നെ പറഞ്ഞത് ആ പെട്ടി നൈൽ നദിയിലിടാൻ, അല്ലെങ്കിൽ നദിക്കരയിൽ, നദിയിടാൻ. പിന്നെ ആ പെട്ടി നദി എന്തു ചെയ്യും? ഏതെങ്കിലും ഒരു സാഹിലിൽ, തീരത്തേക്ക് അതിനെ അണക്കും. പിന്നെ ആ കിട്ടിയ പെട്ടി എവിടേക്ക് എത്തും? എൻ്റെയും നിന്റെയും ശത്രുവായ ആളുടെ കയ്യിലേക്ക് അതെത്തും.
അവിടെയും ഒഴുകുമ്പോഴും പെട്ടിയിലാകുമ്പോഴും എൻ്റെ സ്നേഹം നിനക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. നീ എൻ്റെ മേൽനോട്ടത്തിലും എൻ്റെ ദൃഷ്ടിയിലും എൻ്റെ പരിധിയിലുമായി എൻ്റെ പരിപാലനത്തിലായി നീ വളരുകയും ചെയ്യും. കൊട്ടാരത്തിലായിക്കോട്ടെ, ശത്രുവിൻ്റെ കയ്യിലായിക്കോട്ടെ, എൻ്റെതായ പ്രത്യേക സംരക്ഷണത്തിൽ നീ അവിടെ വളരുകയും ചെയ്യുന്നു. തഫ്സീർ വിശദീകരിച്ച പണ്ഡിതന്മാർ പറയാണ്, ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഉമ്മ, മൂസാ നബിൻ്റെ ഉമ്മ ഫാരിഗായി എന്നാണ്. ഫാരിഗായി എന്ന് പറഞ്ഞാൽ വേറെ ഒരു ചിന്തയും തലയിലില്ലാതെ ഞാൻ എൻ്റെ കുട്ടിനെ എന്താ ചെയ്യാന്നുള്ള ചിന്ത മാത്രമായി. മുലപ്പാല് കൊടുക്കുന്ന ഒരു ഉമ്മാൻ്റെ മനസ്സും ശരീരമാണ് പകർന്നു കൊടുക്കുന്നത്. അത് വല്ലാത്തൊരു ബന്ധമാണ്, ഉമ്മയും മകനും തമ്മിലുള്ള ബന്ധം. ഈ തൊടുന്നതിന് വലിയ പ്രസക്തിയാണല്ലോ. ടച്ച് എന്ന് പറയുന്നത് വല്ലാത്ത സംഭവമാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, നമ്മുടെ മകൻ, നമ്മുടെ പെങ്ങൾ, ഇവരൊക്കെ നമുക്കൊരു ടച്ചിങ് ഉണ്ടാവണം. ശാരീരിക ടച്ചിങ് എന്ന് പറയില്ലേ, മുലപ്പാൽ കൊടുക്കുമ്പോൾ കുട്ടിക്ക് കിട്ടുന്നത് വലിയൊരു ടച്ചിങ് ആണ്. അപ്പൊ അത് കൊടുക്കുക, അതിങ്ങനെ കൊടുക്കുമ്പോഴും കുട്ടിൻ്റെ ഉമ്മാന്റെ മനസ്സിൽ പടച്ചോൻ എൻ്റെ കുട്ടി ഞാൻ എന്താ ചെയ്യുക. എന്നിട്ട് പറയാണ്, ആ ഉമ്മാന്റെ കൽബ് നിറച്ചും ആ കുട്ടിയായിരുന്നു. നമ്മളൊക്കെ ജനിച്ചപ്പോൾ അങ്ങനെ നമ്മുടെ ഉമ്മാന്റെ മനസ്സിൽ മുഴുവൻ എൻ്റെ കുട്ടി, ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുമായിട്ടാണ് നമ്മളൊക്കെ ഉമ്മാന്റെ കൈകളിലേക്ക് എത്തിക്കിട്ടിയത്. എന്നിട്ട് ആ അവസ്ഥയിൽ എത്തുമ്പോഴും ഒരുപാട് വിഷമത്തോടെയായി അതങ്ങനെ ആ നദിക്കരയിലൂടെ ആ പെട്ടി അങ്ങ് ഒഴുകുകയും അത് ഫിർഔനിന്റെ അരികിലേക്ക് എത്തുകയും ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയാണ്, അള്ളാന്റെ ഖദർ പോലെ, അള്ളാന്റെ വിധി പോലെ നടക്കാണ്. ബനൂ ഇസ്രായേൽ വംശത്തിൽപ്പെട്ട മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുന്നൊരു സമയം. മൂസാ നബി അവിടെ ഉണ്ടാകാതിരിക്കാനുള്ള പല നിയമങ്ങളും അവിടെയുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ വിധി മറ്റൊന്നാണ്. അള്ളാഹു വലിയ സുൽത്താനാണ്, സമ്പൂർണ്ണ കഴിവുള്ളവനാണ്. ഫിർഔനിന്റെ വിരിപ്പിലും ഫിർഔനിന്റെ റൂമിലും ഫിർഔനിന്റെ കൊട്ടാരത്തിലുമല്ലാതെ ആ കുട്ടി വളരാൻ പറ്റൂല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. അതുകൊണ്ട് അത് അവിടെ എത്താനുള്ള എല്ലാ വഴികളും നടന്നു. ശത്രുവായ ഫിർഔനിന്റെ വീട്ടിലെ ഭക്ഷണവും പാനീയങ്ങളും കുടിക്കാനും കഴിക്കാനും കിട്ടി. ആ ഫിർഔനിന്റെയും അവന്റെ ഭാര്യയുടെയും ഇഷ്ടത്തിലും സ്നേഹവാത്സല്യങ്ങളിലും ആ കുട്ടിക്ക് വളരാൻ കഴിഞ്ഞു. അതുകൊണ്ട് അള്ളാന്റെ ഖുർആൻ പറഞ്ഞത്, എന്റെയും അവന്റെയും ശത്രുവായ ഒരാളുടെ കയ്യിലെത്തും. എന്നിട്ട് എൻ്റെ സ്നേഹം അവിടെ നിനക്ക് കിട്ടുന്നത് പല വഴിക്ക് കിട്ടുന്ന പറഞ്ഞ. നമ്മുടെ മക്കള്, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കള്, ഇവർക്കൊക്കെ അടിയന്തിരമായി വേണ്ട സാധനം ചോറും ചാറും ഭക്ഷണമൊന്നുമല്ല. ഇവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സ്നേഹമാണ് എല്ലാവരും കൊതിക്കുന്നത്, സന്തോഷമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, സമാധാനമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ മൂന്ന് സാധനങ്ങളും എവിടുന്നാ കിട്ടണമെങ്കിൽ അവിടേക്ക് ജനങ്ങൾ എത്തിപ്പെടുകയാണ്. വിവാഹം കഴിഞ്ഞിട്ടൊരാൾ അവിഹിതത്തിലെത്താനുള്ള കാരണം എന്താണ്? അയാൾക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കുന്ന ഒരാളെ കിട്ടുകയാണ്. അത് ശരിയാണെന്നൊന്നല്ല പറയണത്, അതിൻ്റെ ഒരു കാരണം പറയാം. എത്ര നമ്മൾ അധ്വാനിച്ച് പണമുണ്ടാക്കി ഉറക്കൊഴിച്ച് നമ്മുടെ കുട്ടി 4 മാസം 5 മാസം പരിചയമുള്ള ആളെ പിന്നാലെ ഇറങ്ങിപ്പോണ്, എന്താ കുട്ടിക്ക് കിട്ടിയത്? സ്നേഹം കിട്ടിയെന്ന്. ഇന്നത്തെ പുതിയ തലമുറയിലെ മക്കളെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, നിങ്ങളുടെ കുട്ടി പറയുന്ന കാര്യങ്ങളും എഴുതുന്ന കാര്യങ്ങളും എന്താണെന്ന് നമുക്കറിയാൻ കഴിയും. വിരലുകൊണ്ട് പലതരം തെറികളുണ്ട്. ഒരു ദിവസം ഒരു മദ്രസയിലെ 5ാം ക്ലാസ്സിലെ കുട്ടി അധ്യാപകൻ്റെ അടുത്ത് വിരലുപയോഗിച്ചുള്ള തെറിയും കൊണ്ടുവന്നു. ഓൻ ഉസ്താദിനോടത് കാട്ടിക്കൊടുത്തു.
കുട്ടീനെ ഉസ്താദ് പതുക്കെ പുറത്ത് വെച്ചു, മോനെ നീ ആ ചെയ്യണത് എന്താണെന്ന് നിനക്കറിയോ മോനെ? ഇല്ല, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തൊരു തെറിയാണെന്നറിയാം. അപ്പോൾ കുട്ടീനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, ഇത് ചെയ്യരുത്. അപ്പോൾ പുതിയ ഇറങ്ങുന്ന പല സിനിമകളിലും നായക പരിവേഷത്തിലുള്ള ആൾക്കാരും മറ്റു പലരും ഇത് ചെയ്യുന്നത് ഈ റീൽസിലൂടെയും സിനിമയിലൂടെയും നമ്മളെ കുട്ടി കാണുകയാണ്. ബാപ്പ് കാണണമെന്നൊന്നുമില്ല, അത് അവരിലേക്ക് വരികയാണ്. അൽഫിത്രയിൽ പഠിക്കുന്ന, അഥവാ 3.5 വയസ്സിൻ്റെയും 7 വയസ്സിൻ്റെയും ഉള്ളിൽ പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന ഒരു കുട്ടി ലെവൽ 2 പഠിക്കുന്ന കുട്ടിയാണ്. ലെവൽ 1 താഴെയുള്ള കുട്ടീൻ്റെ പുസ്തകത്തിൽ ഒരു കോഡ് എഴുതി കൊടുത്തിട്ട് പറഞ്ഞു, വീട്ടിൽ പോയിട്ട് ഫോണിൽ അടിച്ചു നോക്കിട്ടോ. ഒരു കോഡാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കോഡുകളുണ്ട്. ആ കോഡ് നമുക്കറിയില്ല. എന്നാൽ അറിയുന്നവർക്കതറിയാം എന്താണെന്നുള്ളത്. ഇപ്പം യു ഓൺലി ലൈവ് വൺസ്, നീ ഒരിക്കൽ മാത്രമേ ജീവിക്കുള്ളൂ, ജീവിതം എൻജോയ് ചെയ്തോ എന്നുള്ളതിൻ്റെ ചില സൂചനകളാണ്. BTS അതൊരു ചാനലും സംഗീതവും പരിപാടിയൊക്കെയുള്ള പരിപാടിയാണ്. വേറെ ചില അക്ഷരങ്ങളുണ്ട്, വേറെ ചില സിഗ്നലുകളുണ്ട്, ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അറിയാം. അപ്പോൾ ഇത്രയും ചെറിയ പ്രായമുള്ള ഈ കുട്ടി പുസ്തകത്തിൽ ഇത് എഴുതി കൊടുത്തിട്ട് ഈ വീട്ടിൽ പോയിട്ട് സെർച്ച് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത സാധനം ഒരു വൃത്തികേടായിരുന്നു. അപ്പോൾ ഈ 7 വയസ്സിൻ്റെ ഉള്ളിൽ എവിടെ നിന്നാണ് ഇവർക്കിത് കയറി കിട്ടുന്നത്? മാധ്യമങ്ങൾ അവർക്ക് കൊടുത്തോണ്ടിരിക്കണു വലയങ്ങൾ. കൂടെയുള്ള കുട്ടി, അവരുടെ വീട്, അവരുടെ സാഹചര്യങ്ങളൊക്കെ നമ്മൾ നിയന്ത്രിക്കുന്ന പോലെ ഒരിക്കലും നമുക്ക് ഫോൺ കൊടുക്കൂല, ഫോൺ ഞാൻ തരൂല എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ കുട്ടി അവൻ്റെ സ്ട്രെസ്സ് പരിഹരിക്കാൻ, അവൻ്റെ ടെൻഷൻ മാറ്റാൻ വേറെ വഴി കണ്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുക? കൺട്രോൾ ചെയ്യുക, സമയം നിശ്ചയിക്കുക, പ്രോഗ്രാം കൺട്രോൾ ചെയ്യുക. അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. ഫോണിന് ഒരിക്കലും തരാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. അപ്പോഴത്തെ കാലം നമുക്കറിയാലോ. നമ്മുടെ കുട്ടികളിലെ ഏത് പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സ്ട്രെസ്സാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടല്ലോ, അതേപോലെ ഓൾക്ക് പറയുന്ന പേരാണ് സ്ട്രെസ് ഉണ്ടാവുക. എന്തെങ്കിലും അങ്ങനെ തോന്നുമ്പോൾ ടെൻഷൻ വരിക. അപ്പോൾ ടെൻഷനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവന് ഓരോ വഴി കണ്ടെത്തും. അപ്പോഴാണ് തെറി പറയാൻ തോന്നും, ചിലപ്പോൾ ദേഷ്യം പൊട്ടി ജനല് പൊട്ടിക്കാൻ തോന്നും. ഇതൊക്കെ അവൻ്റെ ടെൻഷൻ്റെ ഭാഗമാണ്. ഇന്നത്തെ 70% കുട്ടികൾക്ക് OCD എന്നുള്ള അസുഖം ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്താ OCD? വസുവാസ്. നമ്മുടെ പെൺകുട്ടി ഫുള്ള് മഫ്തൊക്കെ ഇട്ട്, ഡ്രസ്സൊക്കെ ഇട്ട്, എല്ലാം ഇട്ടും ശരിയായിട്ടില്ല കേട്ടോ, ഇവിടെ ആ പൗഡർ ഇട്ടത് ശരിയായിട്ട്, ഒക്കെ തേക്കാളത് മുഴുവൻ തേച്ച് റെഡിയായിക്കണ്, എന്നാലും അവൾക്ക് തോന്നണില്ല, ശരിയായില്ല എന്നുള്ള തോന്നൽ വരിക, പെർഫെക്ഷൻ ഇല്ല എന്ന് തോന്നുക. നമ്മൾ ചെക്കന് എല്ലാ ഡ്രസ്സും പാൻറ്റും ഷൂ ഒക്കെ ഇട്ട് ലെവലായിട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് എവിടെയോ ഒരു പുള്ളി ചളികൾ, ഷൂ ശരിയാവില്ല കേട്ടാ, ഇത് ഞാൻ ഇടൂല, അത് ശരിയല്ല, ചെറിയ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ സാധനം ഞാൻ വേണ്ട അറിയാൻ ഇട്ടിട്ട് 3 മാസം കഴിഞ്ഞ് ഡ്രസ്സ് കുട്ടീൻ്റെ അടുത്ത് കൊണ്ടുപോകും, അത് ഞാൻ ഇടൂല, അത് ശരിയാവില്ല. ഒരു തരം വസ്വാസ്. ഇതെല്ലാം നിസ്കാരത്തിലുണ്ടാവും, സ്വഭാവത്തിലുണ്ടാവും, പെരുമാറ്റത്തിലുണ്ടാവും, ഭക്ഷണം കഴിക്കുന്നിടത്തുണ്ടാവും. ഇപ്പം ചിലപ്പം ഭക്ഷണമൊക്കെ കൊണ്ടു കൊടുത്ത നല്ല പ്രോട്ടീനും കാൽസ്യമൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ പലതും, പക്ഷെ കുട്ടി അതൊക്കെ മാറ്റി വെക്കും, ഒന്നും അവൾക്ക് വേണ്ട. ഓരോരുത്തരുടെ ഓരോ OCDൻ്റെ ഇതിൻ്റെ അടിസ്ഥാന കാരണം കുട്ടിയുടെ മാനസിക പിരിമുറുക്കങ്ങൾ. നഖം കടിക്കുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികളൊന്നുമല്ല, മൂത്ത മനുഷ്യന്മാർ വരെ ഉണ്ട്. മൂത്ത മനുഷ്യന്മാർ വരെ ഇപ്പോഴത്തൊരു ചങ്ങാതിൻ്റെ നഖത്തിൻ്റെ ഈ അറ്റത്ത് കത്തിക്കൊണ്ട് കടിച്ചിട്ട് അവനൊരു ചെറിയൊരു മാനസിക രോഗം കൂടി ഉള്ള ആളാണ്. അപ്പോൾ രാത്രി ഉറക്കം വരില്ല. അപ്പോൾ രാത്രി ഉറക്കം വരാത്ത സമയത്തൊക്കെ ഇരുന്ന് കടിച്ചിട്ട് നഖല്ല, അതിൻ്റെ മേൽഭാഗം വരെ കടിച്ചുകൊണ്ടിരിക്കുക. ഇത് നമ്മുടെ കുട്ടികളിൽ പലതരത്തിലാണ് ഇത് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞത്. OCD എന്ന് പറയുന്ന സംഭവം വരുന്നത് പലതരത്തിൽ വീട്ടിലുള്ള മാനസിക പിരിമുറുക്കം കാരണം കൊണ്ടാണ്. അപ്പം എൻ്റെ കുട്ടിക്കൊക്കെ ഉണ്ടാകും, നമ്മളെല്ലാ കുട്ടിക്കും അതുണ്ടാവും. അതൊക്കെ പരിഗണിക്കാൻ, അത് അവരുടെ കൂടെ ഇരിക്കാൻ, അവരോട് ഒപ്പം സമയം കണ്ടെത്താൻ, അവരുടെ മനസ്സ് ഫ്രീ ആക്കാനൊക്കെ നമുക്ക് കഴിയലാണ്. ഇവിടെ ഈ കുഞ്ഞിനെ ഇങ്ങനെ കയ്യിൽ കിട്ടിയ സമയത്ത് ഉമ്മാന്റെ തലയിലുണ്ടായ പ്രശ്നം പറയാണ്. വേറെ ഒന്നും ഉമ്മ ചിന്തിക്കുന്നില്ല, കുഞ്ഞെന്നു മാത്രം ചിന്തിച്ചു ഫാരിഗായി. അങ്ങനെ ആ കുഞ്ഞിന്റെ മുന്നിലേക്കുള്ള ഇനി കുഞ്ഞ് രക്ഷപ്പെടാനുള്ള മാർഗമാണ് പുഴയിലൊഴുക്കുക എന്ന്. വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി. ഉലമാക്കന്മാര് പറയാണ്, ഈ മഹബ്ബത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖാല സലമത്ത് ബിൻ കുഹൈൽ, പ്രസിദ്ധനായ ഇമാം സലമത്ത് ബിൻ കുഹൈൽ റഹിമഹുല്ല പറഞ്ഞത്, ഹബബ്തുക ഇലാ ഇബാദി, എൻ്റെ അടിമകളോടെല്ലാം, എൻ്റെ അടിമകൾക്കെല്ലാം
എൻ്റെ സ്നേഹം ഞാൻ കൊടുക്കുന്ന പോലെ ഞാൻ നിനക്കും ആ സ്നേഹം തരികയാണ്. അബൂ ഇമ്രാൻ അൽ ജൗനി പറഞ്ഞത് തുറബ്ബി ബിഐനില്ല, നീ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ് ആ കൊട്ടാരത്തിൽ അഥവാ അള്ളാഹ് ആ ഇഷ്ടപ്പെട്ട കൊതിച്ച അള്ള വിചാരിച്ച കാര്യത്തിലേക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലാണ് ആ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിചരണം. നിനക്കൊരു പോറലും ഏൽക്കാതിരിക്കും. അതിനെന്താ പടച്ചോൻ കണ്ട മാർഗം എന്നറിയോ? കുഞ്ഞുങ്ങളില്ലാത്ത ആ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ കയ്യിലെത്തിയപ്പോൾ ഒരു കുഞ്ഞിനെ കിട്ടിയ എല്ലാ സന്തോഷത്തിലും ആ കുട്ടിനെ വളർത്താനുള്ള മഹബത്തിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ മേൽനോട്ടത്തിലായിക്കൊണ്ട് നീ വളർത്തിയെടുക്കപ്പെടാൻ വേണ്ടിയും കൂടിയാണ് അവിടേക്ക് എത്തിപ്പെട്ടത്. എന്നിട്ട് പറയാണ്, ഈ കുഞ്ഞിനെ പെട്ടിയിലേക്ക് അങ്ങ് വെച്ച സമയത്ത് പെങ്ങളുടെ മനസ്സ് പടയാൻ തുടങ്ങി. വീട്ടിലെ പെങ്ങളുടെ മനസ്സ് ആകെ ആടി ഉലയാൻ തുടങ്ങി, പേടിയാകാൻ തുടങ്ങി. ഈ പെട്ടി മറിയോ എന്നുള്ള പേടി. ഇത് തംഷീഖ്തുക, നിന്റെ സഹോദരി ആ പെട്ടിയുടെ അരികിലൂടെ ഇങ്ങനെ നടന്ന് നിരീക്ഷിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അവസാനം ആ പെട്ടി കിട്ടിയ വിവരം അവൾ അറിഞ്ഞു. ഒരു പ്രദേശത്തൊരു തീരത്തത് അടഞ്ഞു. ആ അണഞ്ഞ സ്ഥലത്ത് അവിടെ നിന്നും ആളുകൾ ഭയപ്പെട്ടത് ആ കുട്ടിയാണ് എന്നറിഞ്ഞപ്പോൾ നേരെ കൊട്ടാരത്തിലേക്ക് പേടിച്ചു കൊണ്ടുപോയി കൊടുത്തു. فتقول هل أدلكم على من يكفله فرجعناك إلى أمك كي تقر عينها ولا تهزن. ചരിത്രം പറയാണ്, എന്തൊരു വല്ലാത്ത അത്ഭുതം ആലോചിച്ച് നോക്കിയേ. وذلك أنه لما استقر عند آل فرعون عرضوا عليه المراضي. ഫിർഔനിന്റെ കുടുംബക്കാരിൽ പലരും ആ കുട്ടിക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് മുലപ്പാൽ കൊടുക്കാൻ ശ്രമിച്ചു. ആ കുഞ്ഞ് വിസമ്മതിച്ചു, ആരുടെയും പാല് കുടിക്കണില്ല. കാര്യങ്ങൾ അവതാളത്തിലാകാൻ പോവാണ്. കുഞ്ഞു കുട്ടിയല്ലേ, വേറൊരു സാധനം കൊടുക്കാൻ പറ്റൂലല്ലോ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, മൂസാ നബിന്റെ ഉമ്മാന്റെ പാലല്ലാത്ത മറ്റെല്ലാ പാലും ആ കുഞ്ഞിന് തടഞ്ഞു വെച്ചു, ആരുടെയും കുടിക്കാൻ പറ്റണില്ല. ഈ വാർത്ത അറിഞ്ഞപ്പോ മൂസാ നബിന്റെ പെങ്ങൾ ചെന്നിട്ട് പറഞ്ഞു, വഖാലത്ത്, അവര് ചോദിച്ചു, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂന, ഈ കുഞ്ഞിനെ സംരക്ഷിക്കാൻ പറ്റിയ ഒരു കുടുംബത്തെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ലക്കും വഹും ലഹു നാസിഹൂൻ, ഇവനോട് നല്ല ഗുണകാംക്ഷയുള്ള നന്നായി നോക്കുന്ന ഒരു കുടുംബത്തെ എനിക്ക് പരിചയം. ഞാനും അവന്റെ പെങ്ങളാണെന്ന് പറഞ്ഞില്ല, ഈ കുട്ടിനെ നോക്കാൻ പറ്റിയൊരു കുടുംബം എനിക്ക് പരിചയമുണ്ട്, ഞാൻ നിങ്ങൾക്ക് അവരെ എത്തിച്ചു തരട്ടെ. അതായത് നിങ്ങൾ അവർക്ക് ആ കുട്ടിക്ക് പാല് കൊടുക്കും, ആ പാല് കൊടുക്കുന്നതനുസരിച്ച് നിങ്ങൾ ഇവിടുന്ന് ശമ്പളം കൊടുക്കണം. അതേപോലെ തന്നെ കുട്ടിനെ പരിചരിക്കുന്നതിനൊക്കെ ഇവിടെ ശമ്പളം കൊടുക്കുന്ന ഒരു കൂലിക്കായിട്ട് നോക്കാൻ പറ്റുന്ന ഒരു കുടുംബം എനിക്ക് പരിചയമുണ്ട്. അങ്ങനെ അവളും അവരുടെ മൂസാ നബിന്റെ ഉമ്മയും പാടെ കൊട്ടാരത്തിലേക്ക് വന്നു. ഫഅറളത് അലൈഹി സദിയഹ, ഉമ്മ പാല് കൊടുത്തു. ഫഖബിലഹു, മോന് പാല് സ്വീകരിച്ചു, നന്നായി വയറു നിറച്ച് പാല് കുടിച്ചു. ഫഫരിഹു ബിദാലിക ഫർഹൻ ഷദീദ, കൊട്ടാരത്തിലുള്ളവരൊക്കെ ഭയങ്കര സന്തോഷമായി. ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരം കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. വസ്തജറുഹ അലാ ഇർളാഹി, പാല് കൊടുത്തതിന് കൂലി നിശ്ചയിച്ചു, ശമ്പളം നിശ്ചയിച്ചു. ഫനാലഹാ ബിസബബിഹി സആദതൻ വരിഫഅതൻ വറാഹതൻ ഫിദ്ദുനിയ, ദുനിയാവിൽ ലഭിക്കേണ്ടുന്ന ആശ്വാസവും സൗഭാഗ്യങ്ങളും അവിടെ കിട്ടിത്തുടങ്ങി. വഫിൽ ആഖിറതി അഗ്നാ വഅജ്സൽ, ഇതിനേക്കാൾ വലുതായി ആഖിറത്തിൽ അതിൻ്റെ വലിയ പ്രതിഫലങ്ങൾ വേറെയുമുണ്ട്. അപ്പം അങ്ങനെ ആ രംഗം ഒരു വലിയ അത്ഭുതമായി സൃഷ്ടിക്കപ്പെട്ട് അതിൻ്റെ ചരിത്രം മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ അത്ഭുതകരമായ വളർച്ചയിലെ, അതേപോലെ തന്നെ മുഅ്ജിസാത്തുകൾക്കൊക്കെ മുമ്പായിക്കൊണ്ട് കുഞ്ഞുനാളിൽ പടച്ച റബ്ബ് തീരുമാനിച്ച ഈ സംഭവത്തെ വിശുദ്ധ ഖുർആൻ എടുത്ത് വിശദീകരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗം പക്ഷെ അതൊന്നുകൂടി വിശദീകരിക്കാനുണ്ട്, നമുക്കത് അടുത്ത അവസരത്തിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അമ്പിയാക്കന്മാരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ മുമ്പിൽ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൻ്റെ ഹിക്മത്തും അള്ളാഹുവിൻ്റെ ഖുദ്റത്തും വലുതാണെന്നറിഞ്ഞിട്ട് നമുക്കും നമ്മളെ രക്ഷിക്കാനും അള്ളാഹിൻ്റെ സ്നേഹം നമുക്ക് കിട്ടാനും അള്ളാഹുവിൻ്റെ പരിചരണം കിട്ടാനും നമ്മളും കൊതിക്കാനും ആഗ്രഹിക്കാനൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ ആയത്തുകൾ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇഷ്ടപ്പെടുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒന്ന് ഓദിക്കുക, നമ്മൾ ഓതിയ രണ്ടായത്തുകൾ. إذ أوحينا إلى أمك ما يوحى
أن اقذفيه في التابوت فاقذفيه في اليم فليلقه اليم بالساهل يأخذه عدو لي وعدو له وألقيت عليك محبة مني ولتصنع على عيني. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് 40-ാമത്തെ ആയത്താണ് പഠിക്കാനുള്ളത്. നമ്മുടെ ഖുർആൻ പഠന ക്ലാസ്സുകൾ ഓരോ നാടുകളിലും വ്യവസ്ഥാപിതമായി നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് പരമാവധി നമ്മുടെ ക്ലാസ്സുകളും മുടക്കമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും നല്ല ഉപഭോക്താക്കളായി നമ്മൾ മാറുമ്പോഴും ഒരിക്കൽ പോലും നമ്മുടെ ക്ലാസ് കാണാത്ത അറ്റൻഡ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ മനസ്സിൽ വരണം, വിളിക്കണം, പിന്നെയും പിന്നെയും വിളിക്കണം, രാവിലെ അലാറം വെച്ചിട്ട് ഒന്നുകൂടിയും വിളിക്കണം. എപ്പോഴാണ് അയാൾക്ക് വരണമെന്ന് തോന്നുക എന്ന് പറയാൻ കഴിയില്ല. നമ്മുടെ പല പള്ളികളിലും ക്ലാസ്സുകളിലും എത്തിപ്പെട്ട ആളുകൾ അപ്രതീക്ഷിതമായി എത്തിപ്പെട്ടവരുണ്ട്. ഒരിക്കലും പ്രതീക്ഷിക്കാതെ വെറുതെ വന്ന ആൾക്കാരുണ്ട്. വർഷങ്ങളോളം വിളിച്ചിട്ട് അവസാനം ഒരു ഘട്ടത്തിൽ വന്നുപോയ ആളുകളുണ്ട്. അവരൊക്കെ ഇന്ന് സജീവ പ്രവർത്തകരായി മഹല്ലിൻ്റെ ഭാരവാഹികളായി മാറിയ ആളുകൾ നമ്മുടെ പല നാടുകളിലുണ്ട്. നമ്മൾ വിളിക്കാൻ മടിക്കണ്ട എന്നാണ് പറഞ്ഞ്, പറയാൻ മടിക്കണ്ട, ക്ഷണിക്കാൻ മടിക്കണ്ട. നമ്മൾ ഒരാളെ ദീനീ പഠന സദസ്സിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് അയാളിലൂടെ ഉണ്ടാകുന്ന സകല നന്മകളുടെയും ഗുണം നമുക്കും കൂടെയുണ്ട് എന്ന് നമ്മുടെ മനസ്സിന് ബോധ്യപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനെ സ്നേഹിക്കുന്ന മുത്തഖീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ.